ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവർ ഭരണത്തിലിരിക്കുമ്പോഴും അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പോലീസിനെ നേരിടുന്നതും പോലീസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതും വിചിത്രമായ രീതിയിലാണ്. ഇപ്പോൾ ശ്രീ അരുൺകുമാറിൻ്റെ ഇന്നത്തെ അഭിപ്രായം തന്നെ നോക്കൂ. അദ്ദേഹം സ്വന്തം വാദമുഖങ്ങളെ, ഇതുവരെയൊക്കെ പറഞ്ഞ വാദമുഖങ്ങളെ കോൺട്രഡിക്ടറി അല്ലെങ്കിൽ അതിനെ എതിർക്കുകയാണ് മറ്റൊരു വിധത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? ഈ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിനെ കേന്ദ്രം പലതവണ ആവർത്തിച്ച് അനുമോദിച്ചിട്ടുണ്ട്, പല അവാർഡുകളും കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമില്ല, നല്ലത് ചെയ്യുകയാണെങ്കിൽ അംഗീകരിക്കും എന്നാണ് അദ്ദേഹം മറ്റൊരു രീതിയിൽ പറയുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്നു കേരളത്തെ നിരന്തരം അവഗണിക്കും എന്ന് പറയുന്നു. രണ്ട്, ഈ ജസ്ന കേസിൻ്റെ കാര്യത്തിൽ CBIയുടെ നടപടികളെല്ലാം കേരളത്തിലെ സർക്കാരിൻ്റെ പോലീസിൻ്റെ നടപടിയോട് യോജിച്ചാണെന്ന് പറയുന്നു. നമുക്കറിയാം ജസ്നയുടെ അച്ഛനൊക്കെ പറഞ്ഞത് ദ ഗോൾഡൻ ഹവർ ഹാസ് ബീൻ ഡിസ്ട്രോയിഡ് ബൈ ദ സ്റ്റേറ്റ് പോലീസ് എന്ന് പറഞ്ഞത് നമുക്കറിയാം. അദ്ദേഹം അത് കേൾക്കാഞ്ഞിട്ടില്ല, അദ്ദേഹം അഡ്വക്കേറ്റാണ്, അദ്ദേഹം അത് എന്തുകൊണ്ടാണ് കേൾക്കാഞ്ഞത്? അപ്പോൾ ഒരു കൃത്യമായി ഒരു പെൺകുട്ടി തിരോധാനം നടത്തിയപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം 7 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്ന് അന്വേഷണം നടത്തിയതെന്ന് പറയുന്നു. ഇത് അദ്ദേഹം അറിയുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് നടപടിയെടുത്തു എന്ന് പറയും. നമുക്കറിയാം മാങ്ങാക്കള്ളനായ പോലീസുകാരനെതിരെ എന്നാണ് നടപടിയെടുത്തത്. DGP ഓഫീസിൽ നിന്ന് മെയിൽ മോഷ്ടിച്ച് അവിടുത്തെ തീവ്രവാദികൾക്ക് നടത്തിയ SIയെ ആരാണ് തിരിച്ചെടുത്തത്? ഇതെല്ലാം നമുക്കറിയാം. ഇത് അദ്ദേഹത്തിൻ്റെ അരുൺകുമാറിൻ്റെ വാദഗതികളിലെ പൊള്ളത്തരം കാണിക്കുന്നു. രണ്ട്, ഈ VV രാജൻ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി, അദ്ദേഹം പറയുന്ന കാര്യത്തിലും ഒരുപാട് തെറ്റുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ കേസ് പഠിക്കണം. യൂത്ത് കോൺഗ്രസിനെതിരെ എടുത്ത കേസുകൾ 143-ഉം 147-ഉം 148-ഉം 283-ഉമാണ്. വക്കീലന്മാരായ എൻ്റെ അരുൺ ഈ കാര്യങ്ങൾ അറിയായിരിക്കും. അതെല്ലാം വളരെ ചുരുങ്ങിയ ചെറിയ വകുപ്പുകളാണ്. എനിക്ക് തോന്നുന്നില്ല ആ കേസുകളില്ലാത്ത ഒരു സംസ്ഥാനത്തെ ഒരു എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവില്ല. ഒരു 500 രൂപ പെറ്റിയടച്ച് തീരാവുന്ന കൊച്ചു കേസുകൾ, സംഘം ചേർന്നു, തടഞ്ഞു, ഇത്തരത്തിലുള്ള കൊച്ചു കേസുകളാണ് ഇതുള്ളത്. പക്ഷേ DYFIക്കെതിരെ എടുക്കുന്ന കേസുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. DYFIക്കെതിരെ മറ്റേ അവിടുത്തെ 120 നമ്പർ 1254 പ്രകാരം 341 തടഞ്ഞു നിർത്തുക എന്നുള്ള കേസ്, 323 കൈകൊണ്ട് ഇടിക്കുക എന്നുള്ള കേസ്, 324 ആയുധം കൊണ്ട് ഇടിക്കുക എന്നുള്ള കേസ്, 307 വധിക്കുവാൻ വേണ്ടി പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ ആക്രമിക്കുക എന്ന തരത്തിലുള്ള കേസടക്കമുള്ള ചാർജുകളാണ് ആ പോലീസ് സ്റ്റേഷൻ ചാർജ് ചെയ്തത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയിട്ട് ജാമ്യം എടുക്കേണ്ടി വന്നത്. അത് എന്തുകൊണ്ടാണ് അവിടെ 332-ഉം 333-യും ചുമത്താഞ്ഞത്? ഇതുകൊണ്ടാണ് ആ പോലീസുകാരനെതിരെ ഇവർ ശക്തമായി പ്രതിഷേധിക്കുന്നതും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ശക്തമായ ആക്രമണം അയച്ചുവിടുന്നതും. അദ്ദേഹം കൃത്യമായി ജോലി ചെയ്തു. അവിടെ നമ്മൾ ജനങ്ങളുടെ മുൻപിൽ വീഡിയോയുടെ മുൻപിൽ കണ്ട പ്രകാരം അവിടെ ആ യുവാക്കളെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ ശക്തമായ കേസുകൾ, ഏതാണ്ട് ഭേദപ്പെട്ട കേസുകളെല്ലാം വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. അത് അവിടുത്തെ ഏരിയ സെക്രട്ടറി എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം അംഗീകരിച്ചു കാണില്ല. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ആ ഒരു SIക്ക് ഇത്ര ശക്തമായ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഇത് ചുമത്താൻ ഈ VV രാജൻ തയ്യാറായത്. ഇത് തന്നെയാണ് കേരളത്തിൽ എല്ലാ ഭാഗത്തും കാണുന്നത്. സംസ്ഥാനത്തെ ഏരിയ സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ പറഞ്ഞാൽ അനുസരിക്കാത്ത പോലീസുകാരെ നിരന്തരം ഇവർ വേട്ടയാടുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ SFIക്കാരും പറഞ്ഞ് ഞങ്ങൾ തെരുവിലിട്ടടിക്കുമെന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ള മറ്റൊരു ഉദാഹരണമാണ് പോലീസ്. അത് മുഖ്യമന്ത്രിയുടെ ഒരു കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഗൺമാൻ പോയി വടി കൊണ്ട് ഒരു നിലത്ത് കിടക്കുന്ന പാവപ്പെട്ട പ്രതിപക്ഷ ആളുകളെ തല്ലിച്ചമയ്ക്കുന്നത്. ഇത് കാണിക്കുന്നത് സംസ്ഥാനത്തെ പോലീസിൻ്റെ അകത്ത് ഈ വെള്ളി വെളിച്ചം പോലെ തന്നെ ഒരു ചുവന്ന വെളിച്ചമുണ്ട്. DYFIയുടെ CPMൻ്റെ ഒരു ഗുണ്ടാ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്ന ഭീകരന്മാരായ ഒരു പോലീസ് സേനയുണ്ട്. മറ്റൊരു വിഭാഗം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന പോലീസുകാരുടെ ഒരു വിഭാഗം, കരയുന്ന പോലീസുകാരുടെ വിഭാഗം, രാജിവെച്ചും ലോങ് ലീവ് എടുത്ത് മാറി നിൽക്കുന്ന ഒരു പോലീസുകാരുടെ, സത്യസന്ധരായ പോലീസുകാരുടെ വിഭാഗം. ഈ രണ്ട് വിഭാഗവും ഇന്ന് കേരള പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് കഴിവുള്ളവരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടതുപക്ഷത്തിൻ്റെ പോലീസ് അല്ലെങ്കിൽ DYFIയുടെ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഫ്രാക്ഷൻ നിരന്തരം പ്രവർത്തിക്കുന്നു. CPMൻ്റെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ സെക്രട്ടറിയിൽ നിന്നും കിട്ടുന്ന വാറോലകളാണ് അവർക്ക് പ്രധാനം. SP-യുടെയോ DGPയുടെയോ അല്ല. അത് പറഞ്ഞാൽ അനുസരിക്കുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരെയും യുവമോർച്ചക്കാരെയും കണ്ടാൽ തല്ലിച്ചകയ്ക്കുന്ന ഒരു പോലീസായി മാറിയിരിക്കുന്നു. അതിൻ്റെ ദേഷ്യമാണ് ശ്രീ രാജൻ ഇവിടെ കാണിച്ചത്. ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കണം, പോലീസ് നിയമമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയമമാണ് ഇവിടെ നടത്തേണ്ടത്.